ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. ഷോർട്സ് ഒക്കെ ഇടാറുണ്ടെങ്കിലും ലോങ് വീഡിയോസ് കുറവാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ അങ്ങോട്ട് തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ പോകുന്നത് തിരുമൂർത്തിമലൈ ടെമ്പിളിലേക്കാണ്. പലതവണയായിട്ട് പല സന്ദർഭങ്ങളിലും കേട്ടൊരു പേരാണ് തിരുമൂർത്തിമല, അവിടുത്തെ ടെമ്പിളൊക്കെ. നിങ്ങൾക്കറിയാം, തമിഴ്നാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ അമ്പലങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇറങ്ങിയതില്ല, വേറൊരു അമ്പലത്തിലേക്കാണ് ഇറങ്ങിയത്. അവസാനം ഞങ്ങൾ ചെന്നെത്തിപ്പെട്ടത് അവിടേക്കാണെന്ന് മാത്രം. പെട്ടെന്നെടുത്തൊരു തീരുമാനം, ഒരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് അതിൻ്റെതായ കുറവുകളൊക്കെ ഈ വീഡിയോസിൽ കാണുമായിരിക്കും. എന്തായാലും ഗോവിന്ദപുരത്ത് നിന്ന് 2 മണിക്കൂർ യാത്രയുണ്ട് തിരുമൂർത്തിമലയ്ക്ക്, ഏകദേശം 81 കിലോമീറ്റർ. തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലെ ഉദുമൽപേട്ടയ്ക്ക് സമീപം പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് തിരുമൂർത്തിമല. ഒരു 40 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പഴനിയിലേക്ക്. എന്തായാലും നമ്മൾ പഴനി വരെ ഒന്നും പോകുന്നില്ല, തിരുമൂർത്തിമല ടെമ്പിൾ കണ്ടിട്ട് ഇറങ്ങും. അപ്പൊ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തിരുമൂർത്തിമല ഡാം ഉണ്ട്, അതുപോലെ പഞ്ചലിംഗ വാട്ടർഫാൾസ് ഉണ്ട് എന്നൊക്കെ. ഈ തിരുമൂർത്തിമല ടെമ്പിൾ ഉള്ളത് ഒരു ഫോറസ്റ്റിന്റെ ഏരിയയിലാണ് കേട്ടോ, ഫോറസ്റ്റിന്റെ ഉള്ളിലാണ്. അപ്പൊ എന്തായാലും നമ്മൾ വന്ന ടൈം സീസൺ ടൈം അല്ല. സീസൺ ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ ടു ഫെബ്രുവരി ആണ്. തിരക്കുകൾ ഞങ്ങൾ വന്ന സമയത്ത് കുറവായിരുന്നു കേട്ടോ, അധികം തിരക്കില്ല. നമ്മൾ 3-3:30 ആയി ഇവിടെ അമ്പലത്തിൽ എത്തിയപ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങൾ വേഗം കയറി തൊഴാനായിട്ടാണ് നിന്നത്. എത്ര സമയം വരെ അമ്പലം ഉണ്ടാവുമെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് വേഗം തൊഴാനായിട്ട് കയറി. അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇവിടെ മൂർത്തികൾ കുഞ്ഞുങ്ങളുടെ രൂപത്തിലാണ് ഇവിടുത്തെ മൂർത്തികൾ ഉള്ളത്. 3 മൂർത്തികളാണ് ഉള്ളത്, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. അതുപോലെ ഇവിടുത്തെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ, അത് എന്താണ് ഏതാണെന്ന്. അപ്പം എന്തായാലും ഇവിടുത്തെ സ്വയംഭൂ വിഗ്രഹമാണ് ഇതിന്റെ അടുത്ത്. അതുപോലെ പഞ്ചലിംഗ വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വഴിപാട് തന്നെയാണ്. ആകെ ഒരു വഴിപാട് എങ്ങാണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതാണ് ചന്ദന ഉരുളകൾ എറിഞ്ഞ് ഒട്ടിക്കുന്ന വഴിപാട്. അതും ഭഗവാന്റെ വിഗ്രഹത്തിന്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ചന്ദനം ഉരുളയാക്കി എറിയുന്നത്. ഞങ്ങൾ പോയ സമയത്ത് അതവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരെണ്ണത്തിന് 20 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളും വാങ്ങി പ്രാർത്ഥിച്ച് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചേരം നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ. ആ സമയത്ത് കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. അവർക്ക് ഒരു പേടിയില്ല, അവർ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അമ്പലത്തിന്റെ അകത്ത് കയറി പഴമൊക്കെ തിന്നുന്നുണ്ടായിരുന്നു. മൊത്തം പാറകളാണ്, ഈ പാറയുടെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കുറെ നേരം നമ്മൾ അവിടെ ഇരുന്നു. എന്തായാലും അവിടെ വെള്ളമൊക്കെ ഒത്തിരി ഉണ്ട്, ചുറ്റിനും വെള്ളം ആയതുകൊണ്ട് പിള്ളേരൊന്നും ഇറക്കാൻ നമുക്ക് പേടിയായിരുന്നു. ഒഴുക്കുണ്ടോ ആഴമുണ്ടോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് പിള്ളേരെ നമ്മൾ ഇറക്കിയില്ല. പിള്ളേരാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഒരു ഓട്ടം തന്നെ ആയിരുന്നു കേട്ടോ. എന്തായാലും ഇനി നമ്മൾ കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് നേരെ പഞ്ചലിംഗ വാട്ടർഫാൾസിലേക്ക് പോവാന്ന് വിചാരിച്ചു. അത് നമുക്കറിയില്ല ഇത് എത്രത്തോളം ദൂരമുണ്ട് ഈ വാട്ടർഫാൾസിന്റെ അടുത്തേക്ക് എന്നുള്ളത്. എന്തായാലും അങ്ങ് പോവാന്ന് കരുതി ഞങ്ങൾ നടന്നു. സംഭവം 3 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു തിരുമൂർത്തിമല ടെമ്പിളിൽ നിന്ന് വാട്ടർഫാൾസിലേക്ക് കേട്ടോ. ഇതറിയാതെയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഒത്തിരി നടന്നിട്ട് നമ്മൾ എത്താത്തതുകൊണ്ട് വരുന്ന ആളോട് നമ്മൾ ചോദിച്ചു ഇനി എത്ര ദൂരമുണ്ട്. അപ്പൊ അവരാണ് പറഞ്ഞത് ഇത് മൊത്തത്തിൽ 3 കിലോമീറ്റർ ദൂരമുണ്ട്, മൊത്തം ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ ആണെന്ന്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ മഴക്കാലം അല്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ അധികം പേടിക്കേണ്ട കാര്യമില്ല. എന്നാലും മക്കളെയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം, പേടിക്കും നമ്മൾ ശരിക്കും. അത്രയും പാറക്കെട്ടുകളാണ്, ഒന്ന് വീണ് കഴിഞ്ഞാൽ നമ്മുടെ തല പോയി തട്ടുന്നത് വല്ല പാറയിലും ആയിരിക്കും. അതുകൊണ്ട് അതിലൂടെ പോകുന്നവർ ശ്രദ്ധിക്കുക. അങ്ങനെ നീണ്ട നടത്തത്തിന് ശേഷം ഞങ്ങൾ വാട്ടർഫാൾസിന്റെ അടുത്തെത്തി. അത്രയും ഒഴുക്കൊന്നുമില്ല, ഒരുപാട് പേര് കുളിക്കുന്നൊക്കെ കൊണ്ട് ഒരുപാട് സിനിമകളിൽ ഈ വാട്ടർഫാൾസ് കാണാം കേട്ടോ. ഒരുപാട് സിനിമകളിൽ ഈ വാട്ടർഫാൾസ് ഉണ്ട്. അങ്ങനെ നമ്മൾ കാണാൻ മാത്രമേ നമുക്ക് പറ്റിയുള്ളൂ, കുളിക്കാനൊന്നും പറ്റിയില്ല. വേറെ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു പ്ലാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് അവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ. പിള്ളേരൊക്കെ ഒത്തിരി വാശി പിടിച്ചു അവിടെ കുളിക്കണമെന്ന്, പക്ഷെ നടന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. പോകുന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പാടായിരുന്നു, വരുന്ന സമയത്ത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇറങ്ങി പോന്നു. ഈ കാണുന്നത് തിരുമൂർത്തിമല ഡാമിന്റെ കൈവഴിയാണ് കേട്ടോ. ഈ പഞ്ചലിംഗ വാട്ടർഫാൾസ് നിന്ന് ഒഴുകി എത്തുന്ന വെള്ളം ഈ ഡാമിലേക്കാണ് എത്തിച്ചേർന്നത്. എന്തായാലും കണ്ടാൽ തന്നെ പേടിയാവുന്നുണ്ടായിരുന്നു. എനിക്ക് വെള്ളം പണ്ടേ പേടിയായതുകൊണ്ട് ഞാൻ അധിക നേരം ഒന്നും നോക്കി നിന്നില്ല. അങ്ങനെ ഞങ്ങൾ വന്ന വഴിയിലൂടെ അല്ല തിരിച്ചു പോകുന്നത്, വേറൊരു വഴി കൂടെയാണ്. ആ വഴിയിലൂടെ പോയപ്പോഴാണ് ഈ ഈന്തപ്പനകൾ
കണ്ടത്. അതിന്റെ തോട്ടം തന്നെയായിരുന്നു കേട്ടോ, എത്രയോ ഏക്കർ കണക്കിനുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കണ്ടു. പക്ഷികളൊന്നും തിന്നാതിരിക്കാനായിട്ടാണെന്ന് തോന്നുന്നു അവർ കുറെ നെറ്റും കവറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സ്ഥലം കണ്ടത്. നല്ല കാറ്റുണ്ടായിരുന്നു, ഒത്തിരി തെങ്ങും ഒത്തിരി വാഴയും അതുപോലെ എന്തൊക്കെയോ കൃഷി ചെയ്യാനായിട്ട് നിലമൊക്കെ ഒരുക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കാറ്റ് കാരണം നമ്മൾ കുറെ നേരം അവിടെ നിന്നു. നല്ല ഫ്രഷ് കാറ്റ്, ഇനി ഞങ്ങൾക്ക് അവിടെ നിന്ന് വരാൻ പോലും തോന്നിയില്ല. അങ്ങനെ പോരുന്ന വഴിക്കാണ് ഞാവൽപ്പഴം കണ്ടത്. ഈ വർഷത്തെ ആദ്യത്തെ ഞാവൽപ്പഴം ഞാൻ കഴിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. കിലോ 450 രൂപ വിലയുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ 100 ഗ്രാം മാത്രമേ വാങ്ങിയുള്ളൂ. അതുപോലെ തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മൾ പൂരിയും ചിക്കൻ റൈസും ചിക്കൻ കാളനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി നമ്മുടെ വീഡിയോ കാണാം. അപ്പൊ ടാറ്റ ബൈ ബൈ, സീ യു.